ഷമി, നമ്മൾ ഈ സിനിമ താരങ്ങൾക്ക് ഇരട്ടത്താപ്പുണ്ടോ? സംശയം എന്താ? അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? ഇവന്മാർ കള്ളന്മാരാണെന്നേ. ഒരുമാതിരി ഇവന്മാർ പിന്നെ ഇവിടെ നിന്നിട്ട് ഇത് കാണുന്നില്ല, അവന്മാർ ദാക്കെ നടക്കുന്ന അവന്മാർ കാണുന്നില്ല. റഫയെ നടന്ന എല്ലാ ഇവന്മാർ കണ്ടു. ആ റഫ പിന്നെ എന്തായിരുന്നു അന്നത്തെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഓൾ ഐസ് ഓൺ റഫ. പിന്നെ ദുൽഖർ സൽമാൻ, ബേസിൽ ജോസഫ്, റിമ കല്ലിങ്കൽ, ആഷിഖ് അബു, ടൊവിനോ തോമസ്, പാർവതി തിരുവോത്ത് എല്ലാം എണ്ണം കൊണ്ടുവന്നിട്ടു. എന്താ ഇപ്പം മിണ്ടാത്തെ? കാണുന്നില്ല ഇതൊന്നും. ഇവ കിലോമീറ്ററുകൾക്കപ്പുറം കിടക്കുന്ന പലസ്തീനയിലേക്ക് എത്തി നോക്കാൻ പറ്റുന്നവർക്ക് ഈ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇവരാരും അറിയുന്നില്ല. എന്ത് വലിയ കലാപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉന്മൂലനം നടക്കുകയാണ്, ന്യൂനപക്ഷത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. അതെ, ഹിന്ദുക്കളെ കൂട്ടത്തോടെ വേട്ടയാടുകയാണ്. കളിക്ഷേത്രങ്ങളെല്ലാം കത്തിക്കുന്നു, പിന്നെ വീടുകളിൽ കയറി തീയിടുന്നു. ഇതിവർ കാണുന്നില്ല. ഇവർക്ക് എന്താ ഈ പ്രത്യേകതരം പ്രതികരണം എന്തോ ഇവർക്ക് പ്രശ്നം എന്താ? ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതികരണമാണ്. വേർത്തുണ്ടായിരുന്നല്ലോ ഷൈൻ നിഗം, പിന്നെ സുഡാപ്പി ഫ്രം കേരള അല്ലേ, സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നാണ് പോസ്റ്റ് ഇട്ടത്. പിന്നെ ആദ്യം പോയി റഫ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു. അതിനെ ഈ സംഘപരിവാറിൻ്റെ അനുഭവമുള്ളവർ പോയി ചോദിച്ചപ്പോൾ പിന്നെ അന്നേരം നേരെ തിരിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം പോയിട്ട് പിന്നെ സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു പിക്ചർ എടുത്തിട്ട് ഇവരാരും ഇത് കാണുന്നില്ലേ? ഇവർക്ക് എന്താ ഈ പറയുന്ന പ്രത്യേക തരം ഒരു വശത്തേക്ക് മാത്രം നോക്കുന്ന ഇവരുടെ ഈ പ്രശ്നം എന്താണ്? ഈ മലയാള സിനിമയിൽ താല്പര്യങ്ങളുണ്ടോ സിനിമാ താരങ്ങൾക്ക്? സംശയം എന്താ? ഇവർക്ക് പ്രത്യേക താല്പര്യമാണ്. ഈ മട്ടാഞ്ചേരി മാഫിയ ടീമുകൾക്ക് പ്രത്യേക താല്പര്യവും പ്രത്യേക അജണ്ടയുമാണ് ഇവന്മാർക്ക്. ഇവന്മാരുടെ പ്രത്യേക അജണ്ട ഇവന്മാർ കുറേ കാലം മുമ്പ് സിനിമകളുടെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റിക്കൊണ്ട് വന്നായിരുന്നു. പിന്നെ ഇപ്പം എല്ലാവരും കൂടെ പിടിച്ചു. ഇപ്പം ഇവന്മാരെ എന്താ സ്പോട്ട് ചെയ്യും. ബേസിൽ ജോസഫിനെ നമുക്ക് മട്ടാഞ്ചേരി മാഫിയ എന്ന് വിളിക്കാം. അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അദ്ദേഹമൊക്കെ ഈ പോസ്റ്റ് ഇട്ട കൂട്ടത്തിലുണ്ട്. ഈ പോസ്റ്റ് ഇട്ട കൂട്ടത്തിൽ പിന്നെ ദുൽഖർ സൽമാൻ, ബേസിൽ ജോസഫ്, റിമ കല്ലിങ്കൽ, ആഷിഖ് അബു, ടൊവിനോ തോമസ്, പാർവതി തിരുവോത്ത്, ഇനിയുണ്ട് കുറേ എണ്ണമുണ്ട്, ഷൈൻ നിഗം. പിന്നെ ഒരു കൂട്ടം തന്നെ ഇരിക്കുകയാണ്. എന്താ ഇവർക്ക് ആർക്കും പ്രതികരിക്കാൻ പറ്റാത്ത എന്താണ്? അവിടെ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉന്മൂലനം നടക്കുന്നു. അവിടെ ഹിന്ദു സ്ത്രീകളെ നഗ്നരാക്കി റോഡിൽ കൂടി ഇവന്മാർ നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റേപ്പ് ചെയ്ത് കൊല്ലുന്നു, കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നു. പല കുട്ടികളും അവിടെ മിസ്സിംഗ് ആണ്, പെൺകുട്ടികൾ മിസ്സിംഗ് ആണ്. അവന്മാർ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അവന്മാർ ധാക്കയിൽ കണ്ടില്ലേ മൃഗശാലയിൽ കയറി പിന്നെ മൃഗങ്ങളെ വേട്ടയാടുന്നത്. മിണ്ടാപ്രാണികളെ പോലും അവന്മാർ അവിടെ കൊന്നുകൂട്ടുകയാണ്. അവന്മാരവിടെ എന്താ പറയുക, അവന്മാരവിടെ ഏറ്റവും വലിയ കലാപം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവന്മാരവിടെ. അതെ, ഇതാരും ഇവിടുത്തെ സിനിമാക്കാർക്കാർക്കും ഒരു പ്രതികരണവും ഇല്ല. ആർക്കും ഒന്നും പറയാനില്ല. ആരും ഒന്നും ശബ്ദിക്കുന്നില്ല. ആരുടെയും ഫേസ്ബുക്ക്, ഞാൻ പലരുടെയും ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കി എന്തെങ്കിലും ഇവരൊക്കെ മിണ്ടുന്നുണ്ടോ എന്ന്. എക്സിലൊക്കെ പോയി നോക്കി. എന്തിലും പ്രതികരിക്കുന്നവരാണല്ലോ ഇവർ. ഭൂരിഭാഗം പേരും എന്തിലും കയറി പ്രതികരിക്കുമല്ലോ. റഫ റഫ എന്ന് പറഞ്ഞിട്ടു. പിന്നെ പലസ്തീൻ കാണുന്നുണ്ട്, റഫ കാണുന്നുണ്ട്, ഗസ കാണുന്നുണ്ട്, പക്ഷേ ബംഗ്ലാദേശ് കാണുന്നില്ല. ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതി അത് കാണുന്നില്ല. അതും ഒരു കാര്യവുമില്ലാതെ റഫേൽ പോയി അടിമേടിച്ചത് ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞപ്പോഴാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത്, അടി കൊടുത്തു വിട്ടത്. അവിടെ പോയി ചൊറിഞ്ഞിട്ട് ഇതൊന്നും അറിയാത്ത ഒരു ന്യൂനപക്ഷ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളായിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ ഒരു കാര്യവുമില്ലാതെ ഇവന്മാർ കൊന്നുകൂട്ടുന്നു. അവിടുത്തെ പിന്നെ ഈ കാളിക്ഷേത്രങ്ങളിലെ പൂജാരിമാരെ ഇവന്മാർ കത്തിച്ചു കളഞ്ഞു, ജീവനോടെ കത്തിച്ചു കളഞ്ഞു. അടിച്ചു കൊല്ലുകയാണ്, തല്ലിക്കൊല്ലുകയാണ്. വെടിവെച്ച് പോലും അല്ല കൊല്ലുന്നു, അടിച്ചു കൊല്ലുന്നു. റോഡിൽ പിടിച്ചുകൊണ്ടുവന്ന് വലിച്ചുകൊണ്ടിട്ട് അടിച്ചു കൊല്ലുന്നു. പെൺകുട്ടികളെ 10-12 ഓമാരാണ് പിടിച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്യുന്നത്. കൂട്ടത്തോടെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ വർഗീയ കലാപം അവന്മാരവിടെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരായിട്ട് പോലും കരുതാൻ പറ്റാത്ത വൃത്തികെട്ടവന്മാരാണ് അവന്മാർ. അവന്മാരെ കുറിച്ച് ഇവർക്ക് ആർക്കും ഒന്നും പ്രതികരിക്കേണ്ട. ഇവർ പ്രതികരിച്ചാൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നൊന്നും ഇത് കേൾക്കുന്നവർ തോന്നും. പ്രതികരിക്കാമല്ലോ, ഒരു മാറ്റവും ഇവന്മാർ പ്രതികരിച്ചെന്നും പറഞ്ഞ് ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അത് നമുക്കും അറിയാം. മറ്റേ റഫ എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് നിലവിളിച്ചിട്ട് റഫേൽ ഇസ്രായേൽ എന്തോ അടി നിർത്തിയോ? അയ്യോ ഇവിടെ പറഞ്ഞാ ഇപ്പം മറ്റേന്തോ ആഷിഖ് അബു പോസ്റ്റ് ഇട്ടു, ഞങ്ങൾ ഇനി കുറച്ചു നേരം മിണ്ടാതിരിക്കാമെന്ന് നെതന്യാഹു വിചാരിച്ചോ? ഇല്ലല്ലോ. ഇവന്മാർ ആരാന്ന് നെതന്യാഹുവിനറിയാമോ? ഇവന്മാര് ഈ പറയുന്ന ഏകപക്ഷീയമായിട്ടുള്ള ഈ ഉഡായിപ്പുകൾ, തട്ടിപ്പ്, വെട്ടിപ്പ്, പൈസ എന്താ പറയുക, ടാക്സ് വെട്ടിപ്പ്, പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ സിനിമയുടെ ഇടയിൽ കൂടെ പിന്നെ ഈ പറയുന്ന പോലെ ഹിന്ദു വിരോധം കുത്തിക്കയറ്റുക. പിന്നെ ഓർമ്മയില്ലേ മഹേഷിൻ്റെ പ്രതികാരം? മോഹൻലാലിലൂടെ ആരെയാണ് ഇവന്മാർ ഉദ്ദേശിച്ചത്? നൈസായിട്ട് അടിച്ചു വെച്ചു കൊടുത്തു. അത് പറയുമ്പോഴത്തേക്ക് പറയും അതിൻ്റെ തിരക്കഥാകൃത്ത് ഇന്നാളാണ്, അതിൻ്റെ സംവിധായകൻ ഇന്നാളാണ്, ഇതിൻ്റെ പ്രൊഡ്യൂസറെ തപ്പിപ്പോണം നമ്മൾ. പ്രൊഡ്യൂസേഴ്സിനെ, ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനെ തപ്പി ചെല്ലുമ്പോൾ മട്ടാഞ്ചേരി ചെന്നേക്കും.
അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ മനുഷ്യക്കുരുതിയും മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തികളും തൊട്ടടുത്ത രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കവേ ഇവരാരും മിണ്ടുന്നില്ല. ഒരു വരി പോലും കുറിക്കുന്നില്ല. ഒരു വരി പോലും കുറിക്കുന്നില്ല. കുറച്ചുപേര് പേടിച്ചിട്ട് മിണ്ടാതിരിക്കുക. കുറച്ചുപേര് പിന്നെ അയ്യോ ഞാൻ ഇനിയിപ്പം ബംഗ്ലാദേശിനെ കുറിച്ച് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് എല്ലാവരും കൂടെ സംഖ്യയാക്കത്തില്ലയോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നടന്മാർ പേടിച്ച് മിണ്ടാതിരിക്കേണ്ടവരാ. അവരെന്തിനാണ് ഇവന്മാരെ പേടിക്കുന്നത്? ഓടാന്ന് പറയണവന്മാരത്. അവരും മിണ്ടുന്നില്ല, അവർ പേടിച്ചിട്ട് മിണ്ടുന്നില്ല. ഇവന്മാർ അജണ്ട വെച്ചിട്ട് മിണ്ടാതിരിക്കുക. ഇവന്മാർക്ക് ഇതിലെല്ലാം അജണ്ടയുണ്ട്. ഇവന്മാരുടെ ഈ അജണ്ട പൊളിച്ചു വിടണം. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. തൊട്ടടുത്ത് കിടക്കുന്നതൊന്നും കാണാതെ റഫയിലും ഗസയിലും ഒക്കെ എത്തി നോക്കാം. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഈ ഇസ്രായേലിനെ പോയി ചൊറിയുമ്പോൾ വീണ്ടും ഇസ്രായേൽ നല്ല അടി കൊടുക്കും. ഇസ്രായേലിൻ്റെ അടുത്ത് പോയി വെറുതെ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് നല്ല അടി. ഒന്നാണ്ട് പിന്നെ ഹമാസിന്റെ പുതിയ നേതാവിനെ പ്രഖ്യാപിച്ചതേ ഉള്ളൂ. അടുത്ത സ്പോട്ടി അവർ പറഞ്ഞു ഞാൻ എന്നാ പ്രഖ്യാപിച്ചോ, ബാക്കി ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. നീ പ്രഖ്യാപനം കഴിഞ്ഞ് നീ പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങത്തില്ല അവന്മാര്. ഇറങ്ങിയവന്മാര് ഇസ്രായേൽ അടിച്ച് കൊന്നുകളയന്മാര്. ഇത് നമ്മൾ ഈ പറയുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നും മാധ്യമപ്രവർത്തകർക്ക് ദൃശ്യങ്ങൾ പകർത്താൻ പറ്റുന്നില്ല. ANIക്ക് അവിടെ പകർത്താൻ പറ്റുന്നില്ല. നമ്മൾ വിസ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു മാർക്ക്. ബംഗ്ലാദേശികൾക്ക് ഇനി വിസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന് മോദി ആവശ്യപ്പെട്ടു. ഇന്നലെ പുതിയ ഇടക്കാല സർക്കാർ വന്നപ്പോൾ ഇടക്കാല സർക്കാരിനെ അഭിനന്ദിച്ചതിൻ്റെ കൂട്ടത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് അവിടുത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കണം, അവർക്ക് വലിയ ന്യൂനപക്ഷ പീഡനം നടക്കുന്നു, അവരെ സംരക്ഷിക്കണമെന്നാണ് മോദി പറഞ്ഞത്. അതിനൊപ്പം ഈ പറയുന്ന പോലെ നമ്മൾ അവിടുത്തെ ഹൈക്കമ്മീഷനിൽ ഇരുന്ന എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നു. അവിടെ ഇന്ത്യക്കാരെന്ന് പറയാൻ പറ്റില്ല, ആ അവസ്ഥയിലാണ് അവിടെ. ഇന്ത്യക്കാരെന്ന് പറയുന്നവരെ കൊല്ലും, അവരെയും കൊല്ലും. പിന്നെ അവിടെ കിടക്കുന്ന ഈ ബംഗ്ലാദേശിൽ കിടക്കുന്ന ഹിന്ദുക്കളെയും കൊല്ലും, അവിടെ കിടക്കുന്ന ക്രിസ്ത്യാനികളെയും കൊല്ലും. എല്ലാത്തിനെയും അമ്മമാർ തൂത്തുവാരി പിടിച്ചുകൊണ്ട് വന്ന് നടു റോഡ് ഇടുക, അടിച്ചു കൊല്ലുക. ക്രൂരമായിട്ട് ഒരു തെരുവ് നായെ അടിച്ചു കൊല്ലുന്നതിന് തുല്യമായിട്ട്, ഒരു പേ പിടിച്ച നായെ അടിച്ചു കൊല്ലുന്നതിന് തുല്യമായിട്ടാണ് അവിടെ കൊല്ലുന്നത്. ഈ കുട്ടികളെ കൊണ്ടുപോയി റേപ്പ് ചെയ്തിട്ട് പിന്നെ കൊന്നുകളയുക, എന്നിട്ട് കത്തിച്ചു കളയുക. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ മീഡിയ ഉണ്ടായിരിക്കുക. ഇവിടുത്തെ മീഡിയക്കാർക്കാർക്കും പറയാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ഒരു വിഭാഗം മീഡിയ പറയുന്ന മറ്റേ എന്താ അവിടെ ഇത് സംരക്ഷിക്കുന്നു. ആരാ മുസ്ലിങ്ങൾ പോയെന്ന് വീടുകൾക്ക് ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കുന്നു, ഹിന്ദു വീടുകൾക്ക് കാവൽ നിൽക്കുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക്. അതാണ് ഇവിടുത്തെ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ അതൊന്നുമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കൂട്ടപലായനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഓരോ മേഖലകളിൽ ഇപ്പൊ ഈ അവിടുത്തെ ഹിന്ദു വിഭാഗങ്ങൾ ഭൂരിപക്ഷമുള്ള മേഖലയിലേക്ക് എല്ലാവരും കൂടെ വന്ന് കയറുവാണ്. എല്ലാവരും കൂടെ ഓടിക്കയറുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ട് പോവുക, പിന്നെ വീട്ടിൽ ചെല്ലുക, വീട്ടിൽ നിന്ന് പിടിച്ചിറക്കുക, പിന്നെ അച്ഛനെ പിതാവിനെ അടിച്ചു കൊല്ലുക, മക്കളുടെ മുമ്പ് വീട്ടിൽ തന്നെ പിതാവിനെ അടിച്ചു കൊല്ലുക, അമ്മയും പെൺമക്കളുണ്ടെങ്കിൽ പെൺമക്കളെ പിടിച്ചുകൊണ്ട് പോവുക. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേര് മിസ്സിംഗ് ആണെന്നറിയോ? പുറം ലോകം അറിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മീഡിയയിൽ നിന്ന് ഒരു സാധനം പുറത്തോട്ട് വരുന്നില്ല, ദൃശ്യങ്ങൾ പുറത്തോട്ട് വരുന്നില്ല. അവിടെ ഈ ദൃശ്യം പകർത്താൻ ശ്രമിക്കുന്ന ക്യാമറയൊക്കെ സൈന്യം പിടിച്ച് തല്ലിപ്പൊടിച്ച് കളയുക. അവിടുത്തെ സൈന്യം ഒരു ഭാഗത്ത് ഈ പറയുന്ന കലാപകാരികൾ അഴിഞ്ഞാടുമ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് അവിടുത്തെ സൈന്യം ഇതേ പരിപാടി നടത്തുക. അവിടെ ഏറ്റവും വലിയ ന്യൂനപക്ഷ പീഡനം നടത്തുന്ന രണ്ടാമത്തെ വിഭാഗം സൈന്യമാണ്. അവരുടെ സൈന്യമാണ് ഇത് നടത്തുന്നത്. അവർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് സ്ത്രീകളെയും പെൺകുട്ടികളെയും പിടിച്ചുകൊണ്ടിരിക്കുന്നവന്മാര്. അത് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇഷ്ടം പോലെ ബംഗ്ലാദേശിൽ നിന്നുള്ള ട്വീറ്റുകൾ വായിച്ചു നോക്കിയാൽ മതി. ഇവിടുത്തെ മീഡിയ ഒന്നും അറിയുന്നില്ല. ട്വീറ്റുകൾ വായിച്ചു നോക്കിയാൽ മതി. ഇന്നലെ കുറേ അവന്മാർ കണ്ടില്ലേ, ധാക്കയിൽ ഒരു മനുഷ്യനെ വലിച്ചയക്കുന്ന കണ്ടില്ലേ, വലിച്ചയച്ചുകൊണ്ട് പോകുന്നു. ധാക്കയിൽ നടു റോഡി വലിച്ചയച്ചുകൊണ്ട് പോകുന്നു. അത് ചോര ഒലിക്കും, അദ്ദേഹത്തെല്ലാം ചോര ഒലിക്കുന്നു. അവന്മാർ രണ്ട് ചെറുപ്പക്കാർ കാലെ പിടിച്ചിട്ട് രണ്ട് ചെറുപ്പക്കാർ കാലെ പിടിച്ച് റോഡിൽ വലിച്ചയച്ചുകൊണ്ട് പോകുന്നു. ചോര ഒലിച്ചിറങ്ങുന്നു. അങ്ങനെ കുറച്ച് ദൃശ്യങ്ങൾ പുറത്തു വന്നു തുടങ്ങി. ഇത് ഒരു സമയത്ത് ശ്രീലങ്കയിൽ അറിയില്ലേ, തമിഴർക്കെതിരെ നടന്ന കലാപം നടന്നുകൊണ്ടിരുന്ന സമയത്ത് വ്യാപകമായിട്ട് ഏറ്റവും ഈ യുദ്ധത്തിലാണെങ്കിലും ലഹളയ്ക്കായാലും കലാപത്തിലായാലും ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളും കുട്ടികളുമാണ് വേട്ടയാടപ്പെടുന്ന ഏറ്റവും വലിയ വിഭാഗം. അവിടെ ശ്രീലങ്കയിൽ കലാപം നടന്നപ്പോൾ കണ്ടില്ലേ, അവിടെ ഏറ്റവും വലിയ പീഡനം നേരിട്ടത് സ്ത്രീകളാണ്. അവർ സ്ത്രീകളെ സൈന്യം പിടിച്ചുകൊണ്ട് കളഞ്ഞു. അവരുടെ ഈ ശ്രീലങ്കയിലെ സൈന്യം ഈ തമിഴ് പെൺകുട്ടികളെയും അവിടുത്തെ സ്ത്രീകളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോയി. ഒരുപാട് പേര് മിസ്സിംഗ് ആണ്. വേലുപ്പിള്ളയുടെ മകളെ വരവന്മാർ റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞില്ലേ. വേലുപ്പിള്ളയുടെ മകളെ റേപ്പ് ചെയ്ത് കൊന്ന. പിന്നീട് അത് കുറേ കാലത്തിന് ശേഷം ആ കുട്ടി ബ്രിട്ടനിൽ UK ഉണ്ട് എന്ന് പറഞ്ഞുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ ശ്രീലങ്ക ഇത് വലിയ തോതിൽ അന്വേഷണം
അവർ നടത്തുകയുണ്ടായി. ഇത് എവിടെയാണ് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അതിനെ പിന്നെ ഇത് കൊന്നു കളഞ്ഞതാണ്, റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞതാണ്. അതൊരു പിന്നെ ഒരു നദിയിൽ നിന്ന് അതിനെ വലിച്ചഴിച്ചിട്ടുണ്ട്. അത് യൂട്യൂബ് നീക്കം ചെയ്തു ആ ദൃശ്യം. അത് യൂട്യൂബ് നീക്കം ചെയ്ത് കഴിഞ്ഞു. ഒരു നദിയിൽ ഈ കൊച്ചു നദിയിലേക്ക് ഓടി ഇറങ്ങിയപ്പോൾ നദിയിൽ നിന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് വരുവാ. പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ പിന്നെ മകനെ കൊന്നു കളഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ബിസ്ക്കറ്റ് തിന്നുകൊണ്ട് ഒരു ബിസ്ക്കറ്റ് തിന്നുകൊണ്ട് ഇരിക്കുന്ന ഈ കുട്ടി. ആദ്യം ഒരു 4 പിക്കാണ്, 4 ഫോട്ടോയാണ് പുറത്തു വന്നത്. ആദ്യത്തതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നു, ഒരാളോട് സംസാരിക്കുന്നു. 4ാമത്തെ പിക്ക് എന്ന് പറയുന്ന ആ കുട്ടി തറയിൽ, ചെറിയ കുട്ടി, തലയിൽ വെടിയുണ്ട്, മരണപ്പെട്ട് കിടക്കുന്നതാണ്. അതാണ് നമ്മുടെ പിന്നെ ഈ ഇന്ത്യൻ മാധ്യമങ്ങളിൽ വന്ന ഏറ്റവും വലിയ ഫോട്ടോകളിലൊന്ന്. ദ ഹിന്ദു ആണ് അത് പുറത്തുവിട്ടത്. ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിലാണ് ഈ ചിത്രം വന്നത്. അത് ലോകത്തെ തന്നെ നടുക്കിയ ഒരു ചിത്രമായിരുന്നു പുറത്തു വന്നത്. അതുപോലെ അവിടെ ഇത്രയും വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ മലയാള സിനിമാക്കാർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും വരും കേട്ടോ, എപ്പോഴെങ്കിലും വരുമ്പോൾ അത് സ്പോട്ട് ചെയ്യണം. അന്നേരം പോയി ചോദിക്കണം. അന്നേരം പോയിട്ട് താഴെ പോയിട്ട് നീ എന്താ അത് കാണാഞ്ഞെന്ന് ചോദിക്കണം. നീ എന്താ ബംഗ്ലാദേശ് കാണാഞ്ഞ, നീ ധാക്കയിൽ നടന്നെന്ന് നീ അറിഞ്ഞില്ലേ എന്നൊക്കെ പോയിട്ട് ഉമാരുടെ അത് താഴെ പോയിട്ട് കമന്റ് ചെയ്യണം. അതാണ് വേണ്ടുന്നത്. സിനിമാ പ്രവർത്തകരെന്ന് പറയുന്നത്, സിനിമ ഒരു മാധ്യമമാണെങ്കിൽ സിനിമാ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകരാണ്. അവരൊരു മാധ്യമത്തിന്റെ ഭാഗമാണ്. അവർ ഇത്തരം നടക്കുന്ന തൊട്ടടുത്ത രാജ്യത്ത് ഇത്രയും വലിയ ക്രൂരത നടക്കുമ്പോൾ അതിനോട് കണ്ണടച്ച് ഇരുട്ടാക്കി ഇരിക്കുന്നത് ശരിയല്ല. ആ നിലപാട് ശരിയല്ല. ഇവന്മാർക്കും ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ പ്രതികരിക്കാമെങ്കിൽ ഇതിലും പ്രതികരിക്കണം. ഇന്നിപ്പോ പിന്നെ ഇവിടെ ആകെപ്പാടെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും മിണ്ടുന്നില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പിന്നെ യുവജന സംഘടന DYFI വല്ലതും മിണ്ടുന്നു? ഞാൻ കാണുന്നില്ല. ഇവന്മാർ ആർക്കും ഇതൊന്നും അറിയുന്നില്ലേ? അല്ലെങ്കിൽ ഇവന്മാരോടെ കിടന്ന് നിലവിളി പാട്ടവിളി ആകെ വിഷയം ഉണ്ടാക്കി കളയത്തില്ല ഇവന്മാർ. വേറെ ഇസ്രായേൽ പലസ്തീനിലോ ഗസയിലോ റഫയിലോ ഒക്കെ ആണെങ്കിൽ ഇവിടെ DYFI ഇപ്പോൾ ഇവിടെ കിടന്ന് നിരങ്ങത്തിൽ ഇവിടെ കിടന്നിട്ട് ഇവർക്ക് ആർക്കും ഒന്നും മിണ്ടണ്ട. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഈ കാണുന്ന പ്രേക്ഷകർ ഓർത്ത് വെച്ചിരിക്കണം. എപ്പോഴെങ്കിലും അവിടെ പോയിട്ട് അടിമേടിച്ച് കൂട്ടുമ്പം ഇവിടുത്തെ മലയാളത്തിലെ സിനിമ പിന്നെ പ്രവർത്തകർ, സിനിമ പിന്നെ അഭിനേതാക്കളെല്ലാം കൂടെ കൊണ്ടുവന്ന് പോസ്റ്റ് ഇടും. സേവ് ഗസ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ്. അപ്പോൾ അതിൻ്റെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യണം. അതിൻ്റെ താഴെ പോയിട്ട് വ്യാപകമായിട്ട് കമൻറ്റ് ചെയ്ത് കൊടുക്കണം. നിന്റെ ഈ ഇരട്ടത്താപ്പ് നമുക്ക് അറിയടാന്ന് പറയണം. അതാണ് വേണ്ടുന്നത്. പോരെ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.